നമസ്കാരം. പ്രധാന വാർത്തകൾ. രാജ്യത്ത് ഏറ്റവും അധികം ആളുകൾ തൊഴിലെടുക്കുന്ന മോട്ടോർ വാഹന മേഖലയെ തകർക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈകോർത്തിരിക്കുകയാണെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ. യോജിച്ച പ്രക്ഷോഭത്തിന് INTUC തയ്യാറെന്നും ആർ ചന്ദ്രശേഖരൻ. പാലക്കാട്ട് മോട്ടോർ തൊഴിലാളി ഫെഡറേഷന്റെ ഏകദിന ശില്പശാല. വാണിയംകുളം പനയൂരിൽ തെരുവുനായ ആക്രമണം. 2 കുട്ടികൾ ഉൾപ്പെടെ 8 പേർക്ക് കടിയേറ്റു. വിഷബാധയുള്ള നായയെന്ന് സംശയം. നാട്ടുകാർ ഭീതിയിൽ. ഒറ്റപ്പാലം താലൂക്കിൽ സ്കൂൾ ഉച്ചഭക്ഷണ വിതരണത്തിനെത്തിച്ച അരിയിൽ ക്രമക്കേട് കാണിച്ചെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു. ഒറ്റപ്പാലം പോലീസ് കേസെടുത്തത് 2023 ജൂൺ 22 സപ്ലൈകോ ഡിപ്പോയിലേക്ക് എത്തിയ 246 ചാക്ക് അരി കാണാതായെന്ന് ചൂണ്ടിക്കാട്ടി ഡിപ്പോ മാനേജർ അന്ന് സ്റ്റോക്ക് കൈകാര്യം ചെയ്തിരുന്ന സീനിയർ അസിസ്റ്റന്റിനെതിരെ നൽകിയ പരാതിയിൽ. സീനിയർ അസിസ്റ്റന്റായിരുന്ന എസ് പ്രമോദ് വകുപ്പ് തല അന്വേഷണത്തിന്റെ ഭാഗമായി നിലവിൽ സസ്പെൻഷൻ. പട്ടാമ്പി MLAയെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് മുസ്ലിം ലീഗ്. പട്ടാമ്പി പോലീസ് ഭരണപക്ഷത്തിന്റെ ചട്ടുകമായി. പാലം വിഷയത്തിൽ നടത്തിയത് ജനകീയ സമരങ്ങൾ. സമരത്തെ ജനപ്രതിനിധിയും പോലീസും കണ്ടത് പ്രതികാര ബുദ്ധിയോടെയെന്നും ലീഗ് നേതാക്കൾ. ഷൊർണൂർ അസംബ്ലി മണ്ഡലത്തിൽ യാത്രാക്ലേശം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിലേക്ക് സ്വകാര്യ സ്റ്റേജ് കാരിയേജ് സർവീസ് ആരംഭിക്കാൻ ശ്രമം തുടങ്ങി. നടപടി സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി. വാണിയംകുളത്ത് ആലോചനാ യോഗം. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിടണമെന്ന് NAPM. വേട്ടക്കാരെ സംരക്ഷിക്കാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറണം. പാലക്കാട് കളക്ടറേറ്റിലേക്ക് NAPM മാർച്ച്. പട്ടാമ്പി നഗരസഭ മത്സ്യമാർക്കറ്റിൽ നിന്ന് പഴകിയ മത്സ്യം പിടികൂടി. പരിശോധന നടത്തിയത് നഗരസഭ ആരോഗ്യ വിഭാഗവും ഭക്ഷ്യസുരക്ഷാ വകുപ്പും ചേർന്ന്. പിടിച്ചെടുത്ത പഴകിയ മത്സ്യങ്ങൾ നശിപ്പിച്ചു. പരിശോധന തുടരുമെന്ന് അധികൃതർ. ചെറുതുരുത്തിയിൽ കഞ്ചാവ് ചെടി നട്ടുവളർത്തിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സ്വകാര്യ കെട്ടിടത്തിൽ കഞ്ചാവ് ചെടി കണ്ടെത്തിയത് ഇതര സംസ്ഥാന തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന മേഖലയിൽ. ചേലക്കരയിൽ ഹോട്ടൽ ജീവനക്കാരനെ ആക്രമിച്ച സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ. കേസ് വധശ്രമത്തിന്. കുന്നംകുളത്ത് ലോട്ടറി കച്ചവടം നടത്തി ഉപജീവനം നടത്തുന്ന വയോധികയുടെ ലോട്ടറി ടിക്കറ്റുകൾ അജ്ഞാതൻ കവർന്നു. കോട്ടായിയിൽ നമ്പർ തിരുത്തി ചില്ലറ ലോട്ടറി വിൽപ്പനക്കാരന്റെ പണം തട്ടിയതായി പരാതി. തൃശൂരിൽ പുലിയിറങ്ങും. പുലികളിക്ക് കോർപ്പറേഷന്റെ അനുമതി. തീരുമാനം കൌൺസിൽ യോഗത്തിൽ. ആവേശത്തിന്റെ പുലികളി സെപ്റ്റംബർ 18. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ഏറ്റവും അധികം പേർ തൊഴിലെടുക്കുന്ന മോട്ടോർ വാഹന മേഖലയെ തകർക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈകോർത്തിരിക്കുകയാണെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ. പാലക്കാട്ട് മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ യോജിച്ച പ്രക്ഷോഭത്തിന് INTUC തയ്യാറാണെന്നും ആർ ചന്ദ്രശേഖരൻ പറഞ്ഞു. ഇന്ധന സ്പെയർ പാർട്ട് വിലവർധന മോട്ടോർ മേഖലയെ തകർത്തു കഴിഞ്ഞു. കുത്തക മേഖലയിലെ ഓൺലൈൻ ടാക്സികൾ നഗരങ്ങളും ഗ്രാമങ്ങളും കീഴടക്കുന്നത് സാധാരണ മോട്ടോർ തൊഴിലാളികളെ തൊഴിൽ രഹിതരാക്കും. കൂടിയാലോചനകളും സമവായ ചർച്ചകളുമില്ലാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്ന നിലപാടുകളാണ് മോട്ടോർ തൊഴിലാളി മേഖലയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നതെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു. മോട്ടോർ തൊഴിലാളി നിയമങ്ങൾ, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ എന്നീ വിഷയങ്ങൾ ശില്പശാലയിൽ അവതരിപ്പിച്ചു. നമ്മുടെ രാജ്യമുണ്ടായ കാലം മുതൽ, മോട്ടോർ വാഹനങ്ങൾ ഉണ്ടായ കാലം മുതൽ നമ്മുടെ രാജ്യത്ത് സജീവമായി നിൽക്കുന്നതാണ്. മനുഷ്യന്റെ സഞ്ചാരം, ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യന്റെ സഞ്ചാരമാണ്. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ പേരാണ് മോട്ടോർ വാഹനം. അപ്പൊ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ചെല്ലുന്ന സ്ഥലങ്ങളിൽ ആവശ്യമുള്ള വസ്തുക്കൾ കിട്ടണം. അതിനാവശ്യമുള്ള വസ്തുക്കൾ അവിടെ എത്തിച്ചു കൊടുക്കുന്നതിനാണ് ചരക്ക് വാഹന മേഖല എന്ന് പറയുന്നത്. നമുക്കൊരു ദിവസം ജീവിക്കണമെങ്കിൽ ഭക്ഷണം കഴിച്ചേ പറ്റും. വേറെ അതൊക്കെ കുടിവെള്ളം വേണം, ഭക്ഷണം വേണം, വായു പിന്നെ സ്വതന്ത്രമായി രാജ്യത്ത് ലോകത്ത് ഉള്ളതുകൊണ്ട് ഇനി എന്താണ് അവസാനിക്കുന്നതെന്ന് എനിക്കറിയുന്നത്. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഇനിയും മുന്നോട്ട് പോകേണ്ടി വന്നാൽ വായുവിന് പോലും നമുക്ക് നികുതി കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. വായുവിന് നികുതി. ഫെഡറേഷൻ പ്രസിഡന്റ് മലയാപ്പുഴ ജ്യോതിഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് A. തങ്കപ്പൻ, INTUC ജില്ലാ പ്രസിഡന്റ് SK അനന്തകൃഷ്ണൻ, ചിങ്ങന്നൂർ മനോജ്, K. അപ്പു, KS ജയഘോഷ്, KP ജോയ്, ഡോക്ടർ വേണു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ,
പാലക്കാട്. വാണിയംകുളം പനയൂരിൽ തെരുവുനായ ആക്രമണം. 2 കുട്ടികൾ ഉൾപ്പെടെ 8 പേർക്ക് കടിയേറ്റു. പേവിഷബാധയുള്ള നായയാണെന്ന് സംശയിക്കുന്നു. കഴിഞ്ഞ ദിവസം കൂനത്തറയിലും 3 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റിരുന്നു. കഴിഞ്ഞ ദിവസം കൂനത്തറയിൽ 3 പേരെ കടിച്ച നായ തന്നെയാണ് പനയൂർ വെള്ളാരമ്പാറ മിനിപ്പടി ഹെൽത്ത് സെന്റർ പരിസരങ്ങളിൽ ആളുകളെ ആക്രമിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. അതുൽ കൃഷ്ണ 13 വയസ്സ്, ഹസീന 27 വയസ്സ്, മിഥുൻ 22 വയസ്സ്, നന്ദന 20 വയസ്സ്, സൗമ്യ 37, പ്രേമലത 39 വയസ്സ്, കൃഷ്ണകുമാർ 64 വയസ്സ് എന്നിവർക്കാണ് കടിയേറ്റിട്ടുള്ളത്. പട്ടി വന്നതാണ്. അതങ്ങനെ കാലി കടിച്ചിട്ട് ഞാൻ തടയാൻ നോക്കിയതാണ് കൈ വെച്ചു. അപ്പം അത് കയ്യിൽ കടിച്ചു. പിന്നെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി ബാംഗ്ലൂർ തടയിപ്പോൾ പിന്നെ 2 ചേട്ടന്മാർ വന്ന് അവർ വന്നിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. കോളേജിൻ്റെ അവിടെ ചെന്നപ്പോഴാണ് പട്ടി ഒരാഴ്ചയുണ്ടാക്കുന്നത്. അപ്പോൾ പട്ടി ഇങ്ങനെ വന്ന് എൻ്റെ അടുത്ത് കൂടെ കടിച്ചു. ഇതിൽ നന്ദനയ്ക്ക് കാലിലും കയ്യിലും കടിയേറ്റു. പരിക്കേറ്റവരെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 കുട്ടികൾ ഉൾപ്പെടെ ആകെ 8 പേർക്കാണ് കടിയേറ്റത്. പേവിഷബാധയുള്ള നായയാണെന്ന സംശയമുയർന്ന സാഹചര്യത്തിൽ ജനങ്ങൾ കടുത്ത ഭീതിയിലാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒറ്റപ്പാലം താലൂക്കിൽ സ്കൂൾ ഉച്ചഭക്ഷണ വിതരണത്തിനെത്തിച്ച അരിയിൽ ക്രമക്കേട് കാണിച്ചെന്ന പരാതിയിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്തു. 2023 ജൂൺ 22-ന് സപ്ലൈകോ ഡിപ്പോയിലേക്ക് എത്തിച്ച 246 ചാക്ക് അരി കാണാതായെന്ന് ചൂണ്ടിക്കാട്ടി ഡിപ്പോ മാനേജർ നൽകിയ പരാതിയിലാണ് അന്ന് സ്റ്റോക്ക് കൈകാര്യം ചെയ്തിരുന്ന സീനിയർ അസിസ്റ്റന്റ് എസ് പ്രമോദിനെതിരെ കേസെടുത്തത്. ഒറ്റപ്പാലം താലൂക്കിൽ സ്കൂൾ ഉച്ചഭക്ഷണ വിതരണത്തിനെത്തിച്ച അരിയിൽ ക്രമക്കേട് കാണിച്ചുവെന്ന പരാതിയിലാണ് ഒറ്റപ്പാലം പോലീസ് കേസെടുത്തിരിക്കുന്നത്. 2023 ജൂൺ 22-ന് സപ്ലൈകോ ഡിപ്പോയിലേക്ക് സ്കൂൾ ഭക്ഷണത്തിനായി എത്തിച്ച 246 ചാക്ക് അരി കാണുന്നില്ലെന്ന് കാണിച്ച് നിലവിലെ ഡിപ്പോ മാനേജർ നൽകിയ പരാതിയിലാണ് നടപടി. അന്ന് സ്റ്റോക്ക് കൈകാര്യം ചെയ്തിരുന്ന സീനിയർ അസിസ്റ്റന്റ് എസ് പ്രമോദിനെതിരെയാണ് പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസം രജിസ്റ്റർ പരിശോധിച്ചപ്പോഴാണ് സപ്ലൈകോ ഡിപ്പോയിലേക്ക് കൊണ്ടുവന്ന 1 ലോഡ് അരിയായ 246 ചാക്കിൻ്റെ കുറവ് മനസ്സിലാകുന്നത്. ഇതിനെ തുടർന്ന് നിലവിലെ ഡിപ്പോ മാനേജർ വകുപ്പ് തലത്തിലും പോലീസിലും പരാതി നൽകുകയായിരുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. പ്രമോദിനെ വകുപ്പുതല അന്വേഷണത്തിൻ്റെ ഭാഗമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒറ്റപ്പാലം പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പട്ടാമ്പി MLAയെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും ഭരണപക്ഷത്തിന്റെ ചട്ടുകമായി പട്ടാമ്പി പോലീസ് മാറിയെന്നും മുസ്ലിം ലീഗ്. ഭരണകൂടത്തിന്റെ വീഴ്ച കാരണം പട്ടാമ്പിയിലെ ജനങ്ങൾ വലിയ ദുരിതമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജനകീയ സമരങ്ങളാണ് നടത്തിയത്. എന്നാൽ ഈ സമരങ്ങളെ പ്രതികാര ബുദ്ധിയോടെയാണ് പട്ടാമ്പി പോലീസ് കണ്ടതായും മുസ്ലിം ലീഗ് പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് ഇസ്മായിൽ വിളയൂർ കൊപ്പത്ത് പറഞ്ഞു. ഭരണകൂടത്തിന്റെ നിരന്തരമായ വീഴ്ചകൾ കാരണം പട്ടാമ്പിയിലെ ജനങ്ങൾ വലിയ തരത്തിലുള്ള ദുരിതമാണ് അടുത്ത കാലത്തായി അനുഭവിച്ചു വരുന്നത്. ഈ ദുരിതങ്ങൾക്ക് അറുതിയുണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ പ്രതിപക്ഷ സംഘടനകൾ ജനാധിപത്യ മാർഗത്തിലുള്ള വിവിധങ്ങളായ സമരങ്ങളാണ് നടത്തി വന്നത്. ഈ സമരങ്ങളെ നേരിടുന്ന കാര്യത്തിൽ പട്ടാമ്പിയിലെ പോലീസ് ഒരു പ്രതികാര മനോഭാവത്തോടു കൂടിയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷം ജനപക്ഷത്ത് നിന്ന് ജനങ്ങളുടെ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ ഭരണപക്ഷത്തിൻ്റെ ഒരു ചട്ടുകമായിട്ടാണ് പട്ടാമ്പിയിലെ പോലീസ് പ്രവർത്തിച്ച് കണ്ടുവരുന്നത്. പോലീസ് അതിൻ്റെ ശരിയായ ദിശയിൽ മുന്നോട്ട് പോകണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഓങ്ങല്ലൂരിൽ ഒരു 16-കാരനെ ആള് മാറി വീട്ടിൽ രക്ഷിതാക്കളുടെ മുന്നിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എത്ര ദയനീയമാണ് ആ കുടുംബത്തിൻ്റെ അവസ്ഥകൾ ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. ഞങ്ങളുടെ നേതാക്കന്മാർ ആ കുടുംബത്തെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ വല്ലാത്തൊരവസ്ഥയിലാണ് ആ കുടുംബം ഉള്ളത്. പോലീസിനെതിരായിട്ട് എങ്ങനെയാണ് നീങ്ങാനുള്ള ധൈര്യം പോലും ഇല്ലാത്ത ഒരു കുടുംബമാണ്. അപ്പോൾ ആ നിലയിൽ അങ്ങനെ ആളുകളെ, സാധാരണക്കാരും പാവപ്പെട്ടവരുമായ മനുഷ്യരെ ഭീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ പട്ടാമ്പിയിലുണ്ട്. തൃശൂർ കാഞ്ഞാണിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. കാഞ്ഞാണി പുത്തൻകുളം നെടുന്തേടത്ത് വീട്ടിൽ 27 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പൂവശ്ശേരി വീട്ടിൽ 20 വയസ്സുള്ള ആദർശിനെ തൃശൂർ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാഞ്ഞാണി പുത്തൻകുളത്ത് വെച്ചായിരുന്നു അപകടം. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വാഹനങ്ങളുടെ കൂട്ടയിടി. വഴിയാധാരമായി KSRTC യാത്രക്കാർ.
രാവിലെ 7 മണിയോടെ തൃശൂർ ഭാഗത്തു നിന്നും വടക്കാഞ്ചേരി ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാന പാതയിൽ അപകടങ്ങൾ നിത്യസംഭവമായപ്പോൾ വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാനായി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിച്ചിരുന്നു. വേഗതയിൽ വന്നിരുന്ന പിക്കപ്പും തൊട്ടുപിറകിൽ വന്നിരുന്ന ടിപ്പർ ലോറിയും സ്പീഡ് ബ്രേക്കറിന് സമീപം വേഗത കുറച്ചതിനെ തുടർന്ന് അമിത വേഗത്തിലെത്തിയ KSRTC ബസ് ടിപ്പറിന് പിറകിൽ ഇടിക്കുകയും ടിപ്പർ തൊട്ടു മുന്നിലുണ്ടായിരുന്ന പിക്കപ്പിലും ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ലെങ്കിലും KSRTCയുടെ മുൻഭാഗം ഭാഗികമായി തകർന്നിട്ടുണ്ട്. വാഹനം റോഡിൽ നിന്ന് നീക്കാൻ സാധിക്കാത്ത വിധം തകരാറിലാവുകയും ചെയ്തു. ഇതേ തുടർന്ന് വടക്കാഞ്ചേരി ഭാഗത്തേക്കുള്ള ട്രാക്കിൽ KSRTC കുടുങ്ങുകയും ഗതാഗതം ഒറ്റവരിയായി പരിമിതപ്പെടുകയും ചെയ്തു. KSRTCയിലെ യാത്രികർ മറ്റ് വാഹനങ്ങളെ ആശ്രയിക്കേണ്ടി വന്നു. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വയനാട് ദുരന്തത്തിൽ കൈത്താങ്ങായി ഓട്ടോ തൊഴിലാളികളുടെ സാന്ത്വന യാത്ര ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU പട്ടാമ്പി ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മോട്ടോർ തൊഴിലാളികളുടെ ശനിയാഴ്ചത്തെ സർവീസ് നടത്തിയതിൽ നിന്നും ലഭിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. യൂണിയൻ സംസ്ഥാന നേതാവ് TP രാമചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. MR ജയശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. പട്ടാമ്പിയിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരി തീപ്പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് കുടുംബ പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ലെന്നും സ്ഥാപനത്തിലെ ജോലിയുമായി ബന്ധപ്പെട്ട മാനസിക സംഘർഷമാകാം മരണത്തിന് കാരണമെന്നും മരിച്ച യുവതിയുടെ ബന്ധുക്കൾ പറഞ്ഞു. പട്ടാമ്പിയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരിയായ വാടാനംകുറിശി വടക്കേപ്പുരയ്ക്കൽ ഷിതയാണ് തീപ്പൊള്ളലേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ചത്. സ്ഥാപനം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെ ശൗചാലയത്തിലാണ് തീപ്പൊള്ളലേറ്റ നിലയിൽ യുവതിയെ കണ്ടെത്തിയത്. ബുധനാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. ശൗചാലയത്തിൻ്റെ ജനലിലൂടെ തീ ഉയർന്നപ്പോൾ അടുത്തുള്ള കടയിലെ ജീവനക്കാരൻ സമീപത്തെ പോലീസ് സ്റ്റേഷനിലെത്തി വിവരമറിയിക്കുകയായിരുന്നു. പൊള്ളലേറ്റ ഷിതയെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും വ്യാഴാഴ്ച രാവിലെ മരണം സംഭവിച്ചു. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തെങ്കിലും ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്തെത്തുകയും ഇതു സംബന്ധിച്ച് പോലീസിന് മൊഴി നൽകുകയും ചെയ്തു. തീ കൊളുത്തി ആത്മഹത്യ ചെയ്യാൻ കുടുംബത്തിൽ പ്രശ്നങ്ങളില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ടാർജറ്റ് നൽകാറുണ്ടെന്നുള്ള മാനസിക വിഷമം ഷിത പറഞ്ഞിരുന്നതായും കുടുംബം വ്യക്തമാക്കി. ഇവിടെ മരണപ്പെട്ട ഷിത എന്ന് പറയുന്ന പെൺകുട്ടി എൻ്റെ അനിയൻ്റെ ഭാര്യയാണ്. മിനിഞ്ഞാന്നാണ് ഈ ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത്. ജോലിക്ക് പോയ സ്ഥലത്ത് ആ സ്ഥാപനത്തിൽ വെച്ചിട്ടാണ് ഇത്തരം ഒരു കാര്യം നടന്നിട്ടുള്ളത്. കാലത്ത് ജോലിക്ക് പോയ ആൾ വൈകിട്ട് പിന്നെ തീപ്പൊള്ളലേറ്റു എന്നാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്ഥാപനത്തിൽ വെച്ച് സ്ഥാപനത്തിൻ്റെ പരിസരത്ത് വെച്ച് നടന്നിട്ടുള്ളൊരു കേസായതുകൊണ്ട് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഷിതയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിന് നമ്മുടെ ആ സത്യാവസ്ഥ, ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട്. കാരണം ഇത് നാളെ വേറെ ആർക്കും സംഭവിക്കാൻ പാടില്ല. കാരണം ഒരുപാട് കുട്ടികൾ പല വീടുകളിൽ നിന്ന് ഇതുപോലെ ജോലിക്ക് പോകുന്നുണ്ട്. അവരൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പോണത്. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം. ഇക്കാര്യം ഉന്നയിച്ച് പട്ടാമ്പി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. യുവതി ശൗചാലയത്തിൽ കയറി വാതിലടച്ച ശേഷം തീ കൊളുത്തുകയായിരുന്നുവെന്നാണ് സൂചനയെന്ന് പട്ടാമ്പി പോലീസ് പറയുന്നു. മരണകാരണം വ്യക്തമായിട്ടില്ല. തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകിയ മൃതദേഹം ഷൊർണൂർ ശാന്തിതീരം ശ്മശാനത്തിൽ സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂരിൽ പുലികളിയും കുമ്മാട്ടിയും നടത്താൻ കോർപ്പറേഷന്റെ തീരുമാനം. മുൻവർഷം അനുവദിച്ച ധനസഹായവും സംഘങ്ങൾക്ക് നൽകും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പുലികളി നടത്താൻ അനുമതി നൽകിയ പശ്ചാത്തലത്തിലാണ് കോർപ്പറേഷന്റെ നടപടി. കൗൺസിൽ യോഗത്തിൽ പുലികളി നടത്തണമെന്നാവശ്യപ്പെട്ട് പുലികളിയുടെ മുഖംമൂടി ധരിച്ചാണ് BJP കൗൺസിലർമാർ എത്തിയത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുലിക്കളി ഉൾപ്പെടെയുള്ള ഓണാഘോഷങ്ങൾ മാറ്റിവെക്കാൻ നേരത്തെ തൃശൂർ കോർപ്പറേഷൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഒരുക്കങ്ങൾ പൂർത്തിയായ സാഹചര്യത്തിൽ ധനനഷ്ടമുണ്ടാകുമെന്ന് കാണിച്ച് പുലിക്കളി കുമ്മാട്ടി സംഘങ്ങൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ഇതോടെ മേയറുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പുലിക്കളിക്ക് അനുമതി നൽകുകയായിരുന്നു. മുൻവർഷത്തെ ധനസഹായത്തോടുകൂടി പുലിക്കളി നടത്താനാണ് ശനിയാഴ്ച ചേർന്ന കൗൺസിലിലെ തീരുമാനം. വൈകുന്നേരം പുലിക്കളി സംഘങ്ങളുടെ യോഗവും വിളിച്ചു ചേർത്തു.
പുലിക്കളി നടത്താനുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്യുമ്പോഴും ദ്രുതഗതിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയാക്കണമെന്നാണ് സംഘങ്ങളുടെ ആവശ്യം. കുമ്മാട്ടിക്ക് ധനസഹായം നൽകാൻ തീരുമാനിച്ച കോർപ്പറേഷൻ നടപടിയെ തൃശൂർ ജില്ലാ കുമ്മാട്ടി കൂട്ടായ്മ സ്വാഗതം ചെയ്തു. പുലിക്കളിക്ക് അധിക ധനസഹായം നൽകുന്ന കാര്യവും കോർപ്പറേഷന്റെ പരിഗണനയിലാണ്. പ്രഖ്യാപിച്ചു. ഇതിനെ തുടർന്ന് കോർപ്പറേഷൻ തല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, പ്രതിപക്ഷ നേതാവ്, കക്ഷി നേതാക്കൾ തുടങ്ങിയവരുടെ യോഗം ചേർന്ന് പുലിക്കളി ഉൾപ്പെടെയുള്ള ഓണാഘോഷ പരിപാടികൾ മാറ്റിവെക്കാൻ തീരുമാനിച്ചു. പിന്നീട് പുലിക്കളി സംഘങ്ങളും മറ്റു ചിലരും ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് കാണിച്ച് അപേക്ഷ നൽകുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷിന് ഈ വിഷയത്തിൽ വ്യക്തത വരുത്തുന്നതിനായി കത്ത് നൽകുകയുണ്ടായി. തുടർന്ന് മന്ത്രിയുടെ പക്കൽ നിന്നും കഴിഞ്ഞ വർഷം നടത്തിയ പോലെ നടത്തുന്നതിനുള്ള അനുവാദം ലഭിച്ചിട്ടുണ്ട്. ആയതിനാൽ ഇന്ന് 24/8/2024 രാവിലെ 10:30 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, പ്രതിപക്ഷ നേതാവ്, കക്ഷി നേതാക്കൾ തുടങ്ങിയവരുടെ യോഗം മേയറുടെ ചേംബറിൽ ചേർന്ന് പുലിക്കളി ഉൾപ്പെടെയുള്ള ഓണാഘോഷ പരിപാടികൾ 6/4/2024 കൗൺസിൽ തീരുമാനപ്രകാരം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആഘോഷങ്ങൾ പരമാവധി ഒഴിവാക്കി നടത്താൻ ഉദ്ദേശിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി നഗരസഭ മത്സ്യമാർക്കറ്റിൽ നിന്ന് പഴകിയ മത്സ്യം പിടികൂടി. നഗരസഭ ആരോഗ്യ വിഭാഗവും ഭക്ഷ്യസുരക്ഷാ വകുപ്പും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. കണ്ടെടുത്ത വിവിധയിനം പഴകിയ മത്സ്യങ്ങൾ നശിപ്പിച്ചു. പരിശോധന തുടരുമെന്ന് അധികൃതർ പറഞ്ഞു. പട്ടാമ്പി നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെയും ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെയും നേതൃത്വത്തിലാണ് പട്ടാമ്പി നഗരസഭ മത്സ്യമാർക്കറ്റിൽ ശനിയാഴ്ച മിന്നൽ പരിശോധന നടത്തിയത്. പഴകിയ മത്സ്യം പരിശോധനയിൽ പിടികൂടി. മത്സ്യ ഹോൾസെയിൽ സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിൽ 2 പെട്ടി വിവിധയിനം പഴകിയ മത്സ്യങ്ങളാണ് കണ്ടെത്തിയത്. ഇവ കണ്ടുകെട്ടി നശിപ്പിച്ചു. പഴകിയ മത്സ്യം സൂക്ഷിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്ത കച്ചവടക്കാർക്ക് പിഴയടക്കമുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിച്ചതായി പരിശോധനാ വിഭാഗം അധികൃതർ പറഞ്ഞു. പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിലേക്കും മറ്റു സംസ്ഥാനങ്ങളിലേക്കും പട്ടാമ്പി മാർക്കറ്റിൽ നിന്നും മത്സ്യം കൊണ്ടുപോകുന്നുണ്ട്. CCM സുബ്രഹ്മണ്യൻ, സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അഷ്റഫ്, PHI മഹിമ, ഷാരീഷ്, ഫുഡ് സേഫ്റ്റി ഓഫീസർ തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. പരിശോധന തുടരുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഷൊർണൂർ അസംബ്ലി മണ്ഡലത്തിൽ യാത്രാക്ലേശം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിലേക്ക് സ്വകാര്യ സ്റ്റേജ് കാരിയേജ് സർവീസ് ആരംഭിക്കും. ഇതു സംബന്ധിച്ച ആലോചനാ യോഗം വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്നു. പി മമ്മിക്കുട്ടി MLA യോഗം ഉദ്ഘാടനം ചെയ്തു. പോയി തിരിച്ചു മണ്ഡലത്തിൽ വരുന്ന ബസിന്റെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നിലവിലെ എണ്ണമൊക്കെ തന്നെ വളരെ പരിമിതമാണ്. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. അനങ്ങനാടി പഞ്ചായത്ത് പ്രസിഡന്റ് P ചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം C അബ്ദുൽ ഖാദർ, വാണിയംകുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ശ്രീലത, നെല്ലായ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK മുഹമ്മദ് ഷാഫി, ജോയിന്റ് RTO ഇൻചാർജ് PA അജിത് കുമാർ, ഷൊർണൂർ ഇൻസ്പെക്ടർ V രവികുമാർ, ഒറ്റപ്പാലം ട്രാഫിക് SI PV സുഭാഷ് എന്നിവർ സംസാരിച്ചു. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത്. ജനപ്രതിനിധികൾക്ക് പുറമെ പൊതുജനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പൊതുഗതാഗത സംവിധാനം കാര്യക്ഷമമാക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമുള്ള പരമാവധി റൂട്ട് നിർദ്ദേശങ്ങൾ യോഗത്തിൽ സമർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മുള്ളൂർക്കരയിൽ റേഷൻ കടയ്ക്കെതിരെ സപ്ലൈ ഓഫീസ് അധികൃതരുടെ നടപടിക്ക് ഹൈക്കോടതി സ്റ്റേ. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച അഴിമതി ആരോപണത്തെ തുടർന്നാണ് തൃശൂർ ജില്ലാ സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ മുള്ളൂർക്കരയിലെ 237 നമ്പർ റേഷൻ കട പൂട്ടിയത്. നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമുയർന്നിരുന്നു. മുള്ളൂർക്കര ആറ്റൂരിൽ പ്രവർത്തിക്കുന്ന 237 നമ്പർ റേഷൻ കട ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ജില്ലാ സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ പൂട്ടിച്ചത്. അഴിമതി സംബന്ധിച്ച പരാതിയെ തുടർന്നായിരുന്നു നടപടി. എന്നാൽ നടപടിക്ക് ഹൈക്കോടതി സ്റ്റേ പ്രഖ്യാപിച്ചു.
കടയുടമ KM അബ്ദുൽ ഗഫൂറിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള അധികൃതരുടെ നടപടിക്കും സ്റ്റേയുണ്ട്. അതേസമയം ഇതുവരെ റേഷൻ കടയിൽ നിന്ന് കൊണ്ടുപോയ അരിയും ഗോതമ്പും മറ്റ് സാധനങ്ങളും തിരിച്ചെത്തിച്ചിട്ടില്ലെന്ന് കടയുടമ പറഞ്ഞു. സപ്ലൈ ഓഫീസിൻ്റെ മുന്നിൽ സമരം ആരംഭിക്കുമെന്നും കടയുടമ KM അബ്ദുൽ ഗഫൂർ മുന്നറിയിപ്പ് നൽകി. മുള്ളൂർക്കരയിലെ റേഷൻ കട അടപ്പിച്ചതിനെ തുടർന്ന് വ്യാപകമായ പ്രതിഷേധം ഉയർന്നിരുന്നു. റേഷൻ വ്യാപാരി സംഘടനാ ഭാരവാഹികളും ഉദ്യോഗസ്ഥരും പോലീസും തമ്മിൽ വാക്കേറ്റം വരെയുണ്ടായി. UDFിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണയും നടന്നു. സപ്ലൈ ഓഫീസറുടെ ധിക്കാരപരമായ നടപടി ആരോപിച്ച് തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ അനിശ്ചിതകാലത്തേക്ക് തലപ്പള്ളി താലൂക്കിലെ റേഷൻ കടകൾ നിർത്തിവെക്കുകയാണെന്നും റേഷൻ വ്യാപാരി സംഘടനാ ഭാരവാഹികൾ അറിയിച്ചിരുന്നു. സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ പൊതുമാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് കണ്ടെത്തിയതിനാലാണ് പോലീസ് സാന്നിധ്യത്തിലെത്തി ആറ്റൂർ മനപ്പടിയിലെ റേഷൻ കട അധികൃതർ അടപ്പിച്ചത്. അടഞ്ഞുകിടന്ന കടയുടെ പൂട്ട് പൊളിച്ച് അരിയും ഗോതമ്പും മറ്റ് സാധനങ്ങളും നീക്കിയിരുന്നു. കഴിഞ്ഞ 8-ന് സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം കട അടപ്പിക്കാനെത്തിയപ്പോൾ ഉടമയും നാട്ടുകാരും ചേർന്ന് തടഞ്ഞതിനെ തുടർന്നാണ് പോലീസ് സാന്നിധ്യത്തിലെത്തി കടയടപ്പിച്ചത്. നടപടിക്കെതിരെ റേഷൻ വ്യാപാരികൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അന്തിമ വിധി വരുന്നതിനു മുമ്പ് കട പൂട്ടിച്ചതിനെതിരെയാണ് വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ട് NAPM പാലക്കാട് കളക്ടറേറ്റ് മാർച്ച് നടത്തി. വേട്ടക്കാരെ സംരക്ഷിക്കാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും NAPM ആവശ്യപ്പെട്ടു. മാർച്ച് സംഘടന ദേശീയ സെക്രട്ടറി വെളിയോടി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക വകുപ്പ് മന്ത്രിയാക്കുകൊണ്ട് അപ്പനെ പറഞ്ഞാണ് തനി പെണ്ണുപിടിയെന്ന്. ഇത് ബാലകൃഷ്ണപിള്ള തന്നെ പറഞ്ഞു ഏറ്റവും വലിയ പെണ്ണുപിടിയനാണെന്ന്. അവനെയാണ് ഇപ്പോൾ ഇവിടുത്തെ ഇനിയിപ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഈ ചെന്നാദിയൊക്കെയാണെന്ന് രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അന്ന് പത്രസമ്മേളനത്തിൽ വ്യക്തമായി സിനിമാ രംഗത്തെ വേട്ടക്കാരെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായാണ് റിപ്പോർട്ട് സർക്കാർ 4.5 കൊല്ലം പൂഴ്ത്തിവെച്ചതെന്ന് വിളയോടി വേണുഗോപാൽ ആരോപിച്ചു. രമണൻ അധ്യക്ഷത വഹിച്ചു. B. രാജേന്ദ്രൻ നായർ, ശിവരാജേഷ്, മായാണ്ടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചേലക്കരയിൽ ഹോട്ടൽ ജീവനക്കാരനെ ആക്രമിച്ച സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ. ചേലക്കര പങ്ങാരപ്പള്ളി പട്ടരുതൊടി വീട്ടിൽ 32 വയസ്സുള്ള മനോജാണ് പിടിയിലായത്. വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ചേലക്കര മേപ്പാടത്തുള്ള ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചതിൻ്റെ പൈസ ചോദിച്ചതിനാണ് ഹോട്ടൽ ജീവനക്കാരനെ മനോജ് ആക്രമിച്ചത്. കല്ലുകൊണ്ട് തലക്കിടിച്ച് മാരകമായി പരിക്കേൽപ്പിച്ചിരുന്നു. സംഭവത്തിൽ വധശ്രമത്തിനാണ് മനോജിനെതിരെ ചേലക്കര പോലീസ് കേസെടുത്തത്. പ്രതിയെ വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഒറ്റപ്പാലത്തും ചേലക്കരയിലും കേസുകളിൽ ഉൾപ്പെട്ട പ്രതി സ്വകാര്യ ബസ് ജീവനക്കാരനാണ്. SI ജോളി സെബാസ്റ്റ്യൻ, CPOമാരായ IB രഞ്ജിത്ത്, ശിവകുമാർ, മനു, വിഷ്ണു, ബിനു എന്നിവരാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചെറുതുരുത്തിയിലെ കെട്ടിടത്തിൽ 1.5 മീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടി നട്ടുവളർത്തിയ നിലയിൽ കണ്ടെത്തി. ഇതര സംസ്ഥാന തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലമാണിത്. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ചെറുതുരുത്തി സെൻട്രലിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ കടയുടെ മുകൾ ഭാഗത്തായാണ് ഏകദേശം 1.5 മീറ്റർ വലിപ്പമുള്ള കഞ്ചാവ് ചെടി നട്ടുവളർത്തിയ നിലയിൽ കണ്ടെത്തിയത്. ചെറുതുരുത്തി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. ചെറുതുരുത്തി SI നിഖിൽ, അഡീഷണൽ SI കമറുദ്ദീൻ, ഉദ്യോഗസ്ഥരായ വിനീത് മോൻ, ഗിരീഷ്, നിഷാദ്, ഷംസുദ്ദീൻ എന്നിവരടങ്ങിയ സംഘമാണ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. അന്യസംസ്ഥാന തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലമാണിത്. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കുന്നംകുളത്ത് വയോധികയുടെ ലോട്ടറി ടിക്കറ്റുകൾ അജ്ഞാതർ കവർന്നു. കുന്നംകുളം നഗരസഭ ഓഫീസിന് സമീപം ആർക്കും ദയനീയത തോന്നും വിധം ലോട്ടറി കച്ചവടത്തിൽ ഏർപ്പെട്ട് ഉപജീവനം നയിക്കുന്ന ശാന്തകുമാരിയുടെ 60 ലോട്ടറി ടിക്കറ്റുകളാണ് അജ്ഞാതൻ കവർന്നത്. ശനിയാഴ്ച രാവിലെയാണ് ഒരാൾ ഇവരുടെ കയ്യിലെ മുഴുവൻ ടിക്കറ്റും നോക്കാനെന്ന് പറഞ്ഞ് വ്യാജേന വാങ്ങി പകരം അയാൾ കൊണ്ടുവന്ന പഴയ ടിക്കറ്റുകൾ ഏൽപ്പിച്ച് മുങ്ങിയത്. പിന്നീട് നോക്കിയപ്പോഴാണ് കബളിപ്പിക്കപ്പെട്ട വിവരം ഇവർ അറിയുന്നത്. വയോധികയുടെ പരാതിയിൽ കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി നഗരസഭയ്ക്ക് സമീപമുള്ള വഴിയിൽ ഒരു കസേരയിൽ കുനിഞ്ഞിരുന്ന് കുട ചൂടി ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന ഇവരുടെ ദയനീയത എല്ലാവർക്കും അറിയാവുന്നതാണ്. ടിക്കറ്റ് പോയി പറയുന്നുണ്ട് അല്ലേ? ടിക്കറ്റിന്റെ പഴയത്
ഇത് നാളത്തെ ടിക്കറ്റ്. കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് കൊടുത്തോളൂ. ഞാൻ നിർബന്ധിച്ചപ്പോൾ കൊടുത്തത് അതുവരെ കൊടുത്തില്ല. ഏത് നമ്പർ വേണ്ടെന്ന് ചോദിച്ചിട്ട് ഒന്നെടുത്ത് കൊടുത്തു. അതൊക്കെ കാണണമെന്ന് പറഞ്ഞു. അവ കണ്ടു. ഇത് 100 ഉറുപ്പിൻ്റെ 20 ഉറുപ്പിൻ്റെ ഒരു ഇട്ടോളാൻ പറഞ്ഞിട്ട് 50 ടിക്കറ്റ് അയാളാൾ കൊണ്ടുപോയി. പലരും സഹായിച്ചാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിലാണ് ഇത്രയും ഭീകരമായ ഒരു ക്രൂരത ഇവർക്ക് നേരിടേണ്ടി വന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കോട്ടായിയിൽ ലോട്ടറി നമ്പർ തിരുത്തി ചില്ലറ ലോട്ടറി വിൽപ്പനക്കാരന്റെ പണം തട്ടിയതായി പരാതി. കോട്ടായി പെട്രോൾ പമ്പ് പരിസരത്ത് ലോട്ടറി വിൽപ്പന നടത്തുന്ന ദത്തനാണ് തട്ടിപ്പിനിരയായത്. മധ്യവയസ്കനായ വ്യക്തിയാണ് ദത്തനെ തെറ്റിദ്ധരിപ്പിച്ച് പണം തട്ടിയത്. ലോട്ടറിയിലെ അവസാന നമ്പർ 6 എന്ന അക്കം തിരുത്തി 0 എന്നാക്കിയാണ് തട്ടിപ്പ്. ഇയാൾ ഏൽപ്പിച്ച ലോട്ടറി യഥാർത്ഥ ലോട്ടറി ഏജന്റിന് നൽകിയപ്പോഴാണ് നമ്പർ തിരുത്തി തട്ടിപ്പ് നടത്തിയതാണെന്ന് വ്യക്തമായത്. തട്ടിപ്പിനിരയായ സാഹചര്യത്തിൽ മറ്റ് ലോട്ടറി വിൽപ്പനക്കാർ ജാഗ്രത പാലിക്കണമെന്ന അഭ്യർത്ഥനയാണ് ദത്തനുള്ളത്. നമ്പർ തിരിച്ചിട്ട് ഒരു വയസ്സായിട്ടുള്ള ആൾ വന്നു, 10,000 വയസ്സായിട്ടുള്ള ആൾ വന്നു. ആൾ വന്നിട്ട് മറ്റേ ആയിരത്തി ഞാൻ കടയിൽ പോയി ക്യാൻറ്റീൻ നോക്കുമ്പോൾ ടിക്കറ്റ് ഇല്ല, പൈസ ഇല്ലാതെ പറഞ്ഞു. നമ്മൾ പോസ്റ്റിൽ ഒന്നും ചെയ്തില്ല, അത് ചെറുതായിട്ടൊരു വരവരച്ചില്ല. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തും കുടുംബശ്രീ ജില്ലാ മിഷനും സംയുക്തമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 തൊഴിൽ ദിനം പൂർത്തിയാക്കിയവർക്ക് ഉന്നതി മൊബിലൈസേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തും കുടുംബശ്രീ ജില്ലാ മിഷനും സംയുക്തമായാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 തൊഴിൽ ദിനം പൂർത്തിയാക്കിയവർക്ക് ഉന്നതി മൊബിലൈസേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ഇന്നിപ്പോൾ അങ്ങനെയല്ല, പഠിച്ചവർ മുഴുവൻ പാസ്സായിക്കൊണ്ട് അതുപോലെ തന്നെ +2 അതുപോലെ ഉപരിപഠനമൊക്കെ നേടിയിട്ട് ഒരുപാട് കുട്ടികൾ നമുക്ക് വിദ്യാഭ്യാസം ലഭിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും നമുക്ക് വിചാരിച്ച പോലെ ഒരു ജോലിയിൽ എത്തിപ്പെടാൻ ആർക്കും സാധിക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നൽകിക്കൊണ്ട് അവരെ ഒരു സ്വയം സംരംഭകരാക്കി വളർത്തുക എന്ന്. വൈസ് പ്രസിഡന്റ് KA റഷീദ് അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് BDO VM സരിത മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കോർഡിനേറ്റർ AC റോണി ക്ലാസ് എടുത്തു. തൊഴിലുറപ്പിൽ 100 ദിനം പൂർത്തിയാക്കിയ ബ്ലോക്ക് പരിധിയിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ളവർക്കാണ് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന് കീഴിൽ കേന്ദ്ര കേരള സർക്കാരുകളുടെ സഹകരണത്തോടെ സ്വയം തൊഴിൽ പരിശീലനം സംഘടിപ്പിക്കുന്നത്. 15ഓളം കോഴ്സുകളിൽ പരിശീലനം നൽകും. 18നും 44നും മധ്യേ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. കുടുംബശ്രീ ജില്ലാ മിഷനാണ് നേതൃത്വം നൽകുക. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ നഗരസഭ പരിധിയിലെ വഴിയോര കച്ചവടക്കാർക്കുള്ള സ്റ്റിക്കർ വിതരണം കൗൺസിൽ ഹാളിൽ നടന്നു. നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ഷൊർണൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ സബ് കമ്മിറ്റി നടത്തിയ സർവേയിൽ ഉൾപ്പെട്ട 80 വഴിയോര കച്ചവടക്കാർക്കാണ് സ്റ്റിക്കർ നൽകിയത്. നിലവിൽ നഗരസഭ ID കാർഡും വെൻഡിംഗ് സർട്ടിഫിക്കറ്റും ലഭ്യമായവരാണ് ഇവർ. ചടങ്ങ് ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റിക്കർ വിതരണവും അദ്ദേഹം നിർവഹിച്ചു. 4 പേരും നമ്മൾ വളർത്തിയിട്ട് ഒരു വലിയ കച്ചവട സ്ഥാപനം പോലെ, ഒരു ഹോട്ടൽ പോലെ ഒക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പം അതിനകത്ത് നമ്മൾ ഒരു സ്വയം നിയന്ത്രണം നിങ്ങൾ വരുത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് നഗരസഭയ്ക്ക് ഇടപെടേണ്ടതായിട്ടുള്ള സാഹചര്യം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കും. കാരണം ഒരുപാട് പരാതികളാണ്. ഇതുകൊണ്ടുണ്ടാകുന്ന കുറേ പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട്. വേസ്റ്റ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് തന്നെ അലക്ഷ്യമായിട്ടുള്ള നിലയിലാണ്. ചിലരുടെ വളപ്പിലേക്കാണ്. നഗരസഭാ സെക്രട്ടറി PS രാജേഷ് അധ്യക്ഷത വഹിച്ചു. NULM സിറ്റി മിഷൻ മാനേജർ KP ജിഷ്മ സ്വാഗതം പറഞ്ഞു. പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ KT വിനോദ് കുമാർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. CDS ചെയർപേഴ്സൺ VC സിന്ധു, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധി സുധേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കോട്ടായി സെന്ററിലെ വയോജന പാർക്കിൽ വൈവിധ്യമാർന്ന നവീകരണ പ്രവൃത്തികൾക്ക് തുടക്കം. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതം ഉപയോഗിച്ചാണ് പാർക്ക് നവീകരണം. ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കോട്ടായി സെന്ററിലെ വയോജന പാർക്കിൽ കമാനം, പാർക്കിന്റെ താഴ്ഭാഗത്ത് ഗ്രാനൈറ്റ് സ്ഥാപിക്കൽ, ഇരിപ്പിടമൊരുക്കൽ, മലമ്പുഴ കനാൽ പാലം മുറിച്ചുകടക്കാൻ ഇരുമ്പുപാലം നിർമ്മിക്കൽ എന്നിവ നടക്കുന്നത്.
വയോജന പാർക്കിനോട് ചേർന്ന് ടീ ഷോപ്പ് സ്ഥാപിക്കാനും നടപടിയുണ്ട്. വൈവിധ്യമാർന്ന നവീകരണ പ്രവൃത്തികളാണ് നടപ്പാക്കുന്നതെന്ന് കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ദേവദാസ് അറിയിച്ചു. നവീകരണം പൂർത്തിയാകുന്നതോടെ വയോജന പാർക്കിന്റെ മുഖച്ഛായ തന്നെ മാറും. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പാലക്കാട് ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ ഇന്റർ സ്കൂൾ ഓപ്പൺ ചാമ്പ്യൻഷിപ്പ് വാണിയംകുളത്ത് നടന്നു. പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. അത് കരാറ്റാണെങ്കിലും മറ്റൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടിയാണ് ശാരീരികമായി വരുന്ന കടന്നാക്രമങ്ങളെയും കയ്യേറ്റങ്ങളെയും ഒക്കെ വരുന്ന സന്ദർഭത്തിൽ സ്വയം ഒന്ന് പ്രതിരോധിച്ച് നിൽക്കുന്നതിന് വേണ്ടിയുള്ള ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അമ്പെയ്ത്ത് എന്ന് പറഞ്ഞാൽ വേറൊരു തരത്തിലുള്ളൊരു കായികപരമായിട്ടുള്ള അതൊരു കലയും കൂടിയാണ്. എല്ലാം കലയാണ്. കായികമായിട്ടുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പ്രയോഗങ്ങൾ നമ്മൾ പരിശീലിക്കുമ്പോൾ തന്നെ അതിലൊക്കെ തന്നെ കലകളുണ്ട് എന്നർത്ഥം. അതിൻ്റെ പ്രയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഉദ്ഘാടന ചടങ്ങിൽ പാലക്കാട് ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി രാജേഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KE ബൈജു സ്വാഗതം പറഞ്ഞു. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ മുഖ്യപ്രഭാഷണം നടത്തി. വാണിയംകുളം PK ദാസ് ആശുപത്രി ഓപ്പറേഷൻസ് ഡയറക്ടർ ഡോക്ടർ RC കൃഷ്ണകുമാർ, പാലക്കാട് ഒളിമ്പിക് അസോസിയേഷൻ ട്രഷറർ K രമാധരൻ, ജില്ലാ വുഷു അസോസിയേഷൻ സെക്രട്ടറി അർജുൻ, SKK സ്പോർട്സ് അക്കാദമി ചെയർമാൻ കിഷോർ മേനോൻ, ഡോക്ടർ MS ഗോവിന്ദൻകുട്ടി, റഫീഖ്, രാമകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കോട്ടായിയിൽ ജലവിതരണ പൈപ്പുകൾ സ്ഥാപിക്കാൻ കുഴിയെടുത്തത് മൂടാതെ വാട്ടർ അതോറിറ്റി അധികൃതർ സ്ഥലം വിട്ടതായി പരാതി. കുഴികൾ മൂടാത്തത് വ്യാപാരികൾക്കും നാട്ടുകാർക്കും ദുരിതമായിരിക്കുകയാണ്. ജലവിതരണ പൈപ്പ് സ്ഥാപിക്കാനെന്ന പേരിലാണ് പ്രധാന പാതയോരത്ത് വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ കുഴിയെടുത്തത്. എന്നാൽ വാട്ടർ അതോറിറ്റി അധികൃതർ കുഴി മൂടാതെ സ്ഥലം വിട്ടത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. കോട്ടായി ജംഗ്ഷനിലാണ് വാട്ടർ അതോറിറ്റി അധികൃതരുടെ അനാസ്ഥ മൂലം വ്യാപാരികൾ ഏറെ പ്രയാസത്തിലായത്. കുഴിയെടുത്തതുമൂലം പൊതുജനങ്ങളും പ്രയാസത്തിലാണ്. പാതയോരത്തെ കുഴികളിൽ വെള്ളം കെട്ടിനിന്ന് വാഹനങ്ങൾ കുഴികളിലിറങ്ങി വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ചെളിവെള്ളം തെറിക്കുന്നത് പതിവായിട്ടുണ്ട്. ജലവിതരണ പൈപ്പ് സ്ഥാപിക്കാനെന്ന പേരിലെടുത്ത കുഴികൾ മൂടാത്തത് വലിയ ദ്രോഹമായെന്ന് വ്യാപാരികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വയനാടിന് കൈത്താങ്ങുമായി മങ്കരയിലെ വേലക്കമ്മിറ്റികൾ. മങ്കര, മഞ്ഞക്കര വേലക്കമ്മിറ്റിയും മഞ്ഞക്കര അയ്യപ്പൻ വിളക്ക് കമ്മിറ്റിയും ചേർന്നാണ് 1 ലക്ഷം രൂപ സമാഹരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. അയ്യപ്പൻ വിളക്ക് കമ്മിറ്റിക്ക് വേണ്ടി ട്രഷറർ ഹരിദാസനും വേലക്കമ്മിറ്റിക്ക് വേണ്ടി ചെന്താമരാക്ഷനുമാണ് 1/2 ലക്ഷം രൂപ വീതം MLA K ശാന്തകുമാരിക്ക് കൈമാറിയത്. മഞ്ഞക്കരയിലെ പരേതനായ CC രാധാകൃഷ്ണന്റെ സ്മരണയ്ക്കായി 1 മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വയോധികരായ ചാത്തുസ്വാമിയും ഭാര്യ രുക്മിണിയും ചേർന്ന് MLAക്ക് കൈമാറി. മങ്കര മഞ്ഞക്കര ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ വേലക്കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് SV ഹരിദാസ്, K രാധാകൃഷ്ണൻ, EP സുരേഷ്, MA മോഹൻദാസ്, വിജയകുമാർ, സന്തോഷ്, വിഷ്ണു, ഭാസ്കരൻ, ജിൻസി, അയ്യപ്പൻ വിളക്ക് കമ്മിറ്റി ഭാരവാഹികളായ CK വിജയൻ, വിഷ്ണുദത്തൻ, രൂപേഷ്, സേതുമാധവൻ, KV ഉണ്ണി, മുരളി തുടങ്ങിയവർ പങ്കെടുത്തു. വേല കമ്മിറ്റികളെയും അയ്യപ്പൻ വിളക്ക് കമ്മിറ്റിയെയും വയോധിക ദമ്പതിമാരെയും MLA അഭിനന്ദിച്ചു. ഇത്തരത്തിലുള്ള സംഭാവനകൾ നാട്ടിലെ ജനങ്ങൾക്ക് പ്രചോദനമാകുകയാണ്. ഈ മഹാദുരന്തത്തിൽ നിന്ന് കയറേറാൻ നമ്മളെല്ലാവരും ഇന്ന് സമ്മനസ്ഥാനം തയ്യാറായി മുന്നോട്ട് വരുന്നു. ഇതൊരു വലിയൊരു പ്രചോദനമാണ്. ഇവിടെ 1/2 ലക്ഷം രൂപ വീതം കൈമാറിയിട്ട് 2 വേലക്കമ്മിറ്റിയെയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട രാഘവന്റെ അമ്മയെയും സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നിങ്ങൾ നൽകിയ ഈ സംഭാവനകൾ സ്വീകരിച്ചതായി അറിയിക്കുക. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാങ്കുർശി AUP സ്കൂളിൽ ചാന്ദ്രദിന ക്യൂസ് മത്സര വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് സമ്മാനദാനം നിർവഹിച്ചു. മാങ്കുർശി AUP സ്കൂളിൽ ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് ശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിലാണ് ചാന്ദ്രദിന ക്യൂസ് മത്സരം സംഘടിപ്പിച്ചത്. വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകളും ഉപഹാരങ്ങളും വിതരണം ചെയ്തു. UP വിഭാഗത്തിൽ സനൂഷ, അനന്യ, ഫൈഹ ഫാത്തിമ എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് സമ്മാനദാനം നിർവഹിച്ചു. ചാന്ദ്രദിന ക്വിസ് അല്ലെങ്കിൽ ചാന്ദ്രദിനം ആഘോഷിക്കുന്നത് ഒരുപാട് ദിനങ്ങൾ നമ്മൾ ആഘോഷിക്കാറുണ്ട് ഇല്ലേ? ഓരോ പേര് പറഞ്ഞ് ഓരോന്ന് ആഘോഷിക്കാറുണ്ട്. പക്ഷെ ഇവിടെ ചന്ദ്രനില് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ശാസ്ത്ര സാങ്കേതിക രംഗത്ത് എന്താണ് വിപ്ലവകരമായ ഒരു മാറ്റമാണ്
എന്ത് ചെയ്തിരിക്കുന്നത്? ചന്ദ്രനിലേക്ക് ആളെ അയക്കുക എന്നത് വലിയ ഒരു ദൗത്യമാണ്. വാർഡ് മെമ്പർ അനിശ്രീ, സ്കൂൾ മാനേജർ VR വിജയകുമാർ, പ്രധാനാധ്യാപകൻ MD പ്രകാശ്, KK സുരേഷ്, R ഷജി, V രാജീവ്, KB പ്രത്യൂഷ്, S സുജിത് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പത്തിരിപ്പാല GVHSൽ 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച കലോത്സവം സമാപിച്ചു. സ്കൂൾ കലോത്സവം സമാപന ചടങ്ങിന്റെ ഉദ്ഘാടനവും സമ്മാനദാനവും മണ്ണൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ നിർവഹിച്ചു. ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവമാണ് നമ്മുടെ കലോത്സവം എന്ന് പറയുന്നത്. വലിയ തയ്യാറെടുപ്പാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പൊതുസമൂഹമാകെ ഈ കലോത്സവത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. അതിലെല്ലാവരും പിന്തുണയും നൽകുന്നുണ്ട്. കായിക മത്സരങ്ങൾ നമ്മുടെ സ്കൂളിൽ പൂർത്തീകരിച്ചു. സമാപന സമ്മേളനത്തിൽ സ്കൂൾ PTA പ്രസിഡന്റ് M ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ AA ഷിഹാബ്, പ്രിൻസിപ്പാൾ പ്രമോദ്, പ്രധാനാധ്യാപിക അനിത, C ഹരിദാസ്, സ്കൂൾ ചെയർപേഴ്സൺ S ശ്രീദേവി, ജയന്തി പാർവതി എന്നിവർ സംസാരിച്ചു. സ്കൂളിലെ സീനിയർ ഫുട്ബോൾ ടീമിനുള്ള ജേഴ്സി വിതരണവും ചടങ്ങിൽ നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രശസ്ത കഥകളി കലാകാരനും കേരള കലാമണ്ഡലം വൈസ് പ്രിൻസിപ്പാളുമായിരുന്ന കലാമണ്ഡലം വാസു പിഷാരടിയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ ഉദാത്തം പ്രഥമ പുരസ്കാരം കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യന് സമ്മാനിക്കും. വാസു പിഷാരടിയുടെ 2ാം ചരമവാർഷിക ദിനമായ നവംബർ 30 കോങ്ങാട് നടക്കുന്ന അനുസ്മരണ ചടങ്ങിലായിരിക്കും പുരസ്കാര സമർപ്പണമെന്ന് പുരസ്കാര കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ കണ്ണൻ പരമേശ്വരൻ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 25,000 രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. കേരള കലാമണ്ഡലത്തിൽ നിരവധി കാലം വടക്കൻ കളരി അധ്യാപകനും പ്രിൻസിപ്പലുമായി വിരമിച്ച ബാലസുബ്രഹ്മണ്യൻ കഥകളിയിലെ മുതിർന്ന കലാകാരന്മാരിൽ പ്രഥമ ഗണനീയനാണ്. എല്ലാ വർഷവും വാസു പിഷാരടിയുടെ നാമധേയത്തിൽ പുരസ്കാരം സമ്മാനിക്കുമെന്നും വാസു പിഷാരടി അനുസ്മരണ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇത്തവണത്തെ ഒരു മാനദണ്ഡം വെച്ചത് 70 വയസ്സോ അല്ലെങ്കിൽ 70 വയസ്സിന് താഴെയോ പ്രായം വരുന്ന കഥകളി രംഗത്ത് വളരെയധികം പ്രസക്തനായ കലാകാരന്മാരെയാണ് ഇതിനു വേണ്ടി പരിഗണിച്ചത്. ഏതായാലും ഈ പ്രഥമ പുരസ്കാരത്തിന് ഒരു കഥകളി വേഷം ആ രംഗത്ത് നിന്ന് വേഷരംഗത്ത് നിന്നുള്ള ഒരു നടനെ തന്നെ ഇത്തവണ തീരുമാനിച്ചു. വാർത്താസമ്മേളനത്തിൽ സെക്രട്ടറി വിനു വാസുദേവൻ, ശ്രീവത്സൻ തീയാടി, ശ്രീകല രഘു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചോറോട്ടൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അതിവിശേഷമായ അവതാര പൂജ നടത്തും. ഓഗസ്റ്റ് 26 ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് അർദ്ധരാത്രി 12 മണിക്കാണ് അവതാര പൂജയെന്ന് ക്ഷേത്രം ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തന്ത്രി മുണ്ടനാട്ടുമന പ്രമോദ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരിക്കും അവതാര പൂജ. സന്താന സൗഭാഗ്യത്തിനും രോഗദുരിത നിവാരണത്തിനും വിദ്യാതടസ്സത്തിനും തൊഴിൽ തടസ്സത്തിനും പരിഹാരമായ അത്യുത്തമ വഴിപാടാണ് അവതാര പൂജയെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. അവതാര പൂജ കണ്ട് തൊഴുന്നത് മൂലം മുജ്ജന്മ ദുരിതങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. മുഴുവൻ ഭക്തജനങ്ങളെയും ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതായും സംഘാടകർ പറഞ്ഞു. രാവിലെ വിശേഷ പൂജകൾക്ക് ശേഷം നാരായണീയ പാരായണത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും. ഹരേകൃഷ്ണ ഭജൻസിന്റെ നേതൃത്വത്തിൽ ഗുരുവന്ദനം ഭജൻസ് കോട്ടയം അവതരിപ്പിക്കുന്ന സംഗീതോത്സവമുണ്ടാകും. ഉച്ചയ്ക്ക് ഭഗവാന്റെ പിറന്നാൾ സദ്യയും ഒരുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇതുവരെ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മറ്റ് ചില ക്ഷേത്രങ്ങളിൽ മാത്രം ചെയ്തു പോകുന്ന ഒരു അവതാര പൂജ എന്ന് പറയുന്ന ഒരു ചടങ്ങ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോവുക. അതുപോലെ തന്നെ ഗുരുവന്ദനം ഭജൻസ് കോട്ടയം അവതരിപ്പിക്കുന്ന ഒരു സംഗീതോത്സവ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഭഗവാന്റെ പിറന്നാൾ സദ്യ അതും അവിടെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേത്ര പരിപാടികൾ. ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം, ചരിത്രത്തിൽ ആദ്യമായിട്ട് ചോറൂട്ടൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അവതാര പൂജ എന്ന് പറയുന്ന ഒരു വഴിപാട് എന്ന രീതിയിൽ ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ്. രാത്രി 12 മണിക്കാണ് അവതാര പൂജ. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് മനോജന്ദ്രൻ, ട്രഷറർ KV മുരളി, K പ്രേമ, K ശശികുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
ദേശമംഗലം തലശ്ശേരി MSA ബനാത്ത് യത്തീംഖാനയുടെ പൂർവ്വകാല ഭാരവാഹികളെ തിങ്കളാഴ്ച അനുസ്മരിക്കും. അനുസ്മരണ പ്രാർത്ഥനാ ചടങ്ങ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ ചെറുതുരുത്തിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. MSA ബനാത്ത് യത്തീംഖാനയുടെ പ്രവർത്തനങ്ങളിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച വ്യക്തികളെ അനുസ്മരിക്കാനും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കാനുമായാണ് ഓർമ്മകൾക്ക് മുന്നിൽ എന്ന അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30 യത്തീംഖാന കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന ചടങ്ങ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. വർക്കിംഗ് പ്രസിഡന്റ് ഹാജി PTP തങ്ങളുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ ഓണംപിള്ളി മുഹമ്മദ് ഫൈസി, ബഷീർ ഫൈസി ദേശമംഗലം എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തും. 1993 7 കുട്ടികളെ വെച്ച് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സ്ഥാപക പ്രസിഡന്റായി ആരംഭിച്ച യത്തീംഖാന ഇന്ന് 100-ൽ പരം അനാഥകളും അഗതികളുമായ പെൺകുട്ടികളുടെ സംരക്ഷണ കേന്ദ്രമാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഒരു കാലത്ത് അവരുടെ സംരക്ഷണം, വിശിഷ്യ അവരുടെ വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ ഒരു സാമൂഹിക നന്മക്ക് ഉത്തമയായ ഒരു വനിതയാക്കി കൊടുക്കുക എന്ന് പറയുന്ന വലിയ ഒരു പദ്ധതിയാണ് ഇവിടെ നടക്കുന്നത്. സത്യത്തിലൊരു നിശബ്ദമായ വിപ്ലവമാണ്. എന്തുകൊണ്ടെന്നാൽ ഏകദേശം 180-ൽ ചില്ലുവാനും കുട്ടികൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പിതൃത്വത്തിൽ, അതായത് സ്ഥാപനത്തിൻ്റെ രക്ഷാധികാരത്തിലാണ് വിവാഹിതകളായി പോകുന്നത്, കുടുംബിനികളായി പോകുന്നത്. എന്നാൽ അവർ വെറും കുടുംബിനികൾ എന്ന അർത്ഥത്തിൽ മാത്രമല്ല, അവർ അധ്യാപകരുണ്ട്. നല്ല വിദ്യാഭ്യാസം ചെയ്യപ്പെട്ട ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസവും ചെയ്യാൻ സാധ്യമാകുന്ന അത്തരമൊരു സാഹചര്യം സ്ഥാപനം സഹായിക്കുന്നു എന്നതോടൊപ്പം വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ഓണംപിള്ളി മുഹമ്മദ് ഫൈസി, KM മുഹമ്മദ്, അബ്ദുള്ള കോയ തങ്ങൾ, TM ഹംസ മാസ്റ്റർ, മമ്മിക്കുട്ടി മാസ്റ്റർ, ഷഹീർ ദേശമംഗലം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചന്ദ്രമ്മ മാധവൻ നായർ ട്രസ്റ്റ് നിർധനർക്ക് നൽകുന്ന വീടുകളുടെ നിർമ്മാണ പ്രവർത്തനം ഞായറാഴ്ച ആരംഭിക്കും. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിർമ്മിക്കുന്ന 50 വീടുകളിൽ 10 വീടുകളുടെ നിർമ്മാണമാണ് ഇപ്പോൾ ആരംഭിക്കുന്നതെന്ന് CMN ട്രസ്റ്റ് ഭാരവാഹികൾ ഒറ്റപ്പാലത്തെ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വ്യവസായിയായ മനിശ്ശേരി സ്വദേശി ഊട്ടുകളം പമ്പാവാസൻ രക്ഷിതാക്കളുടെ സ്മരണാർത്ഥം 10 വർഷം മുമ്പ് രൂപം നൽകിയതാണ് CMN ട്രസ്റ്റ്. ഇതിനു കീഴിലാണ് സംസ്ഥാനത്തെ നിർധനരായ കുടുംബങ്ങൾക്ക് 50 വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. ആദ്യഘട്ടത്തിൽ 10 വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഞായറാഴ്ച ആരംഭിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇതിൻ്റെ സമ്മതപത്രം കൈമാറുന്ന ചടങ്ങ് ഞായറാഴ്ച രാവിലെ 10:30 മനുശ്ശേരി KM ഓഡിറ്റോറിയത്തിൽ നടക്കും. മന്ത്രിമാരായ MP രാജേഷ്, AK ശശീന്ദ്രൻ, MP മാരായ VK ശ്രീകണ്ഠൻ, PP സുനീർ തുടങ്ങിയവർ പങ്കെടുക്കും. 6 മുതൽ 7 ലക്ഷം രൂപ വരെ ചെലവിൽ 500 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകളാണ് നിർമ്മിക്കുന്നത്. സ്വന്തമായി മിനിമം 4 സെന്റ് ഭൂമിയെങ്കിലും ഉള്ളവർക്കാണ് വീട് അനുവദിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ വയനാട് ദുരന്തത്തിനിരയായവർക്ക് 5 വീടുകൾ നിർമ്മിച്ചു നൽകും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപ നൽകി. വയനാട് ദുരന്തബാധിതർക്കായി കോൺഗ്രസ് നിർമ്മിക്കുന്ന വീടുകളിലേക്ക് 1 വീട് നൽകാമെന്നേറ്റിട്ടുണ്ട്. 60 വയസ്സ് കഴിഞ്ഞവർക്ക് പെൻഷൻ, രോഗികൾക്ക് ചികിത്സ, കുട്ടികൾക്ക് വിദ്യാഭ്യാസം, വിവാഹം, തൊഴിലവസരങ്ങൾ തുടങ്ങിയ സഹായങ്ങൾ ട്രസ്റ്റിന് കീഴിൽ ചെയ്തു വരുന്നുണ്ടെന്ന് ചെയർമാൻ ഊട്ടുകളം പമ്പാവാസൻ പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 50 പേർക്ക് വീട് വെച്ച് കൊടുക്കുക എന്നുള്ളത് ഇപ്പോൾ ആദ്യം ട്രസ്റ്റിന്റെ അതിന്റെ ഒരു ആ പ്രൊജക്ടിന് ഒരു പേരിട്ടു, എ ഹോം ഓഫ് യുവർ ഓൺ. എ ഹോം ഓഫ് യുവർ ഓൺ പ്രോജക്റ്റ് ആണത്. അത് നിങ്ങൾക്ക് ആ ഇംഗ്ലീഷ് കാണാൻ പറ്റും. ഹോം ഓഫ് യുവർ ഓൺ എന്നാണ് ആ പ്രൊജക്ടിന്റെ ഒരു ഇൻവിറ്റേഷനിലുണ്ട്. ആ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ 10 വീടുകൾ ഇപ്പം നമ്മൾ അർഹരായ വ്യക്തികളെ കണ്ടെത്തിയിട്ടുണ്ട്. അത് നമ്മൾ നമ്മുടേതായ രീതിയിൽ പോയി സംസാരിച്ച് ആപ്ലിക്കേഷൻ തന്ന ആളുകളുടെ ഡീറ്റെയിൽസ് എല്ലാം പരിശോധിച്ച് നമ്മൾ അവിടെ വിസിറ്റ് ചെയ്ത് പല രീതിയിലും അന്വേഷിച്ചൊക്കെയാണ് നമ്മൾ അർഹരായ വ്യക്തികളെ കണ്ടെത്തിയിരിക്കുന്നത്. ട്രസ്റ്റ് അംഗങ്ങളായ കലാ പമ്പാവാസൻ, ഡോക്ടർ നമൃത പമ്പാവാസൻ, വിഘ്നേഷ് പമ്പാവാസൻ, മുരളീധരൻ ഊട്ടുകളം, അഡ്വക്കേറ്റ് PT നരേന്ദ്രമേനോൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് ഏറ്റവുമധികം ആളുകൾ തൊഴിലെടുക്കുന്ന മോട്ടോർ വാഹന മേഖലയെ തകർക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈകോർത്തിരിക്കുകയാണെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ. യോജിച്ച പ്രക്ഷോഭത്തിന് INTUC തയ്യാറെന്നും R ചന്ദ്രശേഖരൻ. പാലക്കാട്ട് മോട്ടോർ തൊഴിലാളി ഫെഡറേഷന്റെ ഏകദിന ശില്പശാല. വാണിയംകുളം പനയൂരിൽ തെരുവുനായ ആക്രമണം. 2 കുട്ടികൾ ഉൾപ്പെടെ 8 പേർക്ക് കടിയേറ്റു. വിഷബാധയുള്ള നായയെന്ന് സംശയം. നാട്ടുകാർ ഭീതിയിൽ.
ഒറ്റപ്പാലം താലൂക്കിൽ സ്കൂൾ ഉച്ചഭക്ഷണ വിതരണത്തിനെത്തിച്ച അരിയിൽ ക്രമക്കേട് കാണിച്ചെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു. ഒറ്റപ്പാലം പോലീസ് കേസെടുത്തത് 2023 ജൂൺ 22-ന് സപ്ലൈകോ ഡിപ്പോയിലേക്ക് എത്തിയ 246 ചാക്ക് അരി കാണാതായെന്ന് ചൂണ്ടിക്കാട്ടി ഡിപ്പോ മാനേജർ അന്ന് സ്റ്റോക്ക് കൈകാര്യം ചെയ്തിരുന്ന സീനിയർ അസിസ്റ്റന്റിനെതിരെ നൽകിയ പരാതിയിൽ സീനിയർ അസിസ്റ്റന്റായിരുന്ന എസ് പ്രമോദ് വകുപ്പ് തല അന്വേഷണത്തിന്റെ ഭാഗമായി നിലവിൽ സസ്പെൻഷൻ. പട്ടാമ്പി MLAയെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് മുസ്ലിം ലീഗ്. പട്ടാമ്പി പോലീസ് ഭരണപക്ഷത്തിന്റെ ചട്ടുകമായി. പാലം വിഷയത്തിൽ നടത്തിയത് ജനകീയ സമരങ്ങൾ. സമരത്തെ ജനപ്രതിനിധിയും പോലീസും കണ്ടത് പ്രതികാര ബുദ്ധിയോടെയെന്നും ലീഗ് നേതാക്കൾ. ഷൊർണൂർ അസംബ്ലി മണ്ഡലത്തിൽ യാത്രാക്ലേശം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിലേക്ക് സ്വകാര്യ സ്റ്റേജ് കാരിയേജ് സർവീസ് ആരംഭിക്കാൻ ശ്രമം തുടങ്ങി. നടപടി സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി. വാണിയംകുളത്ത് ആലോചനാ യോഗം. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിടണമെന്ന് NAPM. വേട്ടക്കാരെ സംരക്ഷിക്കാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറണം. പാലക്കാട് കളക്ടറേറ്റിലേക്ക് NAPM മാർച്ച്. പട്ടാമ്പി നഗരസഭ മത്സ്യമാർക്കറ്റിൽ നിന്ന് പഴകിയ മത്സ്യം പിടികൂടി. പരിശോധന നടത്തിയത് നഗരസഭ ആരോഗ്യ വിഭാഗവും ഭക്ഷ്യസുരക്ഷാ വകുപ്പും ചേർന്ന്. പിടിച്ചെടുത്ത പഴകിയ മത്സ്യങ്ങൾ നശിപ്പിച്ചു. പരിശോധന തുടരുമെന്ന് അധികൃതർ. ചെറുതുരുത്തിയിൽ കഞ്ചാവ് ചെടി നട്ടുവളർത്തിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സ്വകാര്യ കെട്ടിടത്തിൽ കഞ്ചാവ് ചെടി കണ്ടെത്തിയത് ഇതര സംസ്ഥാന തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന മേഖലയിൽ. ചേലക്കരയിൽ ഹോട്ടൽ ജീവനക്കാരനെ ആക്രമിച്ച സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ. കേസ് വധശ്രമത്തിന്. കുന്നംകുളത്ത് ലോട്ടറി കച്ചവടം നടത്തി ഉപജീവനം നടത്തുന്ന വയോധികയുടെ ലോട്ടറി ടിക്കറ്റുകൾ അജ്ഞാതൻ കവർന്നു. കോട്ടായിയിൽ നമ്പർ തിരുത്തി ചില്ലറ ലോട്ടറി വിൽപ്പനക്കാരന്റെ പണം തട്ടിയതായി പരാതി. തൃശൂരിൽ പുലിയിറങ്ങും. പുലികളിക്ക് കോർപ്പറേഷന്റെ അനുമതി. തീരുമാനം കൌൺസിൽ യോഗത്തിൽ. ആവേശത്തിന്റെ പുലികളി സെപ്റ്റംബർ 18-ന്. ഈ വാർത്താ ബുള്ളറ്റിൻ നമസ്കാരം.